കഴിക്കാൻ ഇന്നലെ? ഞാൻ കഴിച്ചായിരുന്നല്ലോ. എവിടുന്ന് കഴിച്ചു നീ? ഞാൻ അൽഫാം കഴിച്ചല്ലോ. അൽഫാം? ആ. ആര് കൊണ്ട് തന്നു നിനക്ക്? ഞാൻ ഓൺലൈനിൽ കഴിച്ചല്ലോ. ഓൺലൈൻ ആര് കൊണ്ട് തന്നതാ ചോദിച്ചത്? ഡെലിവറി പോയി. ഞാൻ ഡെലിവറി ചെയ്ത പോയാ നീ കൂടുതൽ എന്റെ മുന്നിൽ ഷൈൻ ചേരുന്നു. ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് എവിടെയാണോ പൈസ? എനിക്ക് മൊബൈൽ തന്നു പൈസ. എന്റെ ദൈവമേ, ഈ കുന്ത്രപ്പാടം നിനക്ക് പൈസ തരാൻ തുടങ്ങിയതോ? ഇതിന് കയ്യും കാലും ഉണ്ടായിരുന്നെങ്കിൽ ഈ ചെറുക്ക് ഇതിന്റെ കൈ പിടിച്ച് എങ്ങോട്ടെങ്കിലും എന്നെ ഇറങ്ങി പോയേനെ. ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ റീൽ ചെയ്തിട്ട് ഗെയിം കളിച്ചിട്ട് പൈസ കിട്ടുന്നുണ്ടമ്മേ. നീ കളിക്കുന്നത്? നീ ഇന്നലെ എപ്പോഴാണ് കിടന്നുറങ്ങിയത്? ഞാൻ 9 മണിയായപ്പോ കിടന്നു. 9 മണിക്ക് നീ കിടന്നു, ശരിയാ. പക്ഷെ നീ എപ്പോഴാ ഉറങ്ങിയത്? 10:30 ആയപ്പോ ഉറങ്ങി. തുടക്കി ഞാൻ വെച്ചു. അന്നാ പിച്ച് ഞാൻ തുടക്കും. പറയുന്നത് നീ എപ്പോഴാണ് ഇന്നലെ കിടന്നുറങ്ങിയത്? പറയടാ. 10:30 ആയപ്പോ കിടന്നുറങ്ങിയില്ല ഞാൻ. ഇല്ല, നീ 2 മണിയായി കിടന്നുറങ്ങിയപ്പോ. അത് അമ്മ എങ്ങനെ കണ്ടു? ഞാൻ കണ്ടായിരുന്നു. അമ്മയ്ക്ക് കിടന്ന് ഉറങ്ങത്തില്ലായിരുന്നു. നീ ഉറങ്ങുന്നത് കണ്ടിട്ട് വേണമായിരുന്നു എനിക്ക് ഉറങ്ങാൻ. എത്ര വയസ്സായി ഇപ്പം? 40 വയസ്സിനുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഉറങ്ങാൻ അറിയത്തില്ലയോ? വേറെ ഒരുത്തം കിടന്ന് ഉറങ്ങുന്ന കണ്ട് കോപ്പി അടിച്ചിട്ട് വേണം ഉറങ്ങാനെ കൊണ്ട്. നീ പറയോ? നീ സമയത്ത് ആഹാരവും കഴിക്കത്തില്ല, ഫോൺ. നിന്നെ പോലുള്ള പിള്ളേർ അവിടെ ഇവിടെ പോയി പഠിച്ച് പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. എനിക്ക് പോണം. എവിടെ പോണം? എനിക്ക് ബാംഗ്ലൂർ പോണം. എന്താ കാര്യത്തിന്? എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ. എണീറ്റാടാ അവിടുന്ന്. നിനക്ക് ഈ വീട്ടിലെ അവസ്ഥ അറിയാവോ? നമ്മള് പാവങ്ങളല്ലേ? നിന്റെ തന്തയുടെ കയ്യിൽ എന്തായിരിക്കുന്നു? അങ്ങനെ ഒരു പാവം അങ്ങേര്. അങ്ങനെ പട്ടുപാവം കേട്ടോ. അങ്ങനെ അല്ലല്ലോ. നീ കൂടുതൽ സംസാരിക്കരുത്. അച്ഛൻ ഇന്ന് വരുവാ. ഇവനെ എന്തോ ചെയ്താൽ പറ്റും. ഒന്നേ ഉള്ളല്ലോ ദൈവം. ഇല്ലെങ്കിൽ ഞാൻ കേട്ടോ ഇത് വെച്ചിട്ട് ഞാൻ വേണ്ടെന്ന് വെച്ചോളാം. കേട്ടോ അച്ഛൻ ഇന്ന് ഇടുക്കിന്ന് വരുവാ. ആ ഇടുക്കാൻ അടച്ചു വെക്കാം. അങ്ങനെ അവിടെ നിന്ന് ജാം ആവട്ടെ. കിട്ടി നീ ഓടിപ്പോയി 10 മുട്ട മേടിച്ചോണ്ട് വാ. അച്ഛൻ വരുന്നയാ. അച്ഛൻ അടവെക്കാനാണ് മുട്ട മാറ്റി വായിക്ക് രുചിയായിട്ട് കൊടുക്കണ്ടായോ? അങ്ങനെ വായിക്ക് രുചിയായിട്ട് കൊടുക്കണം. ഇവിടെ ചുമന്ന പേസ്റ്റ് ഉണ്ട്. അങ്ങനെ വായി വെച്ച് തേച്ച് കൊടുക്കണം. നല്ല രുചിയാ. അങ്ങനെ കഴിക്കട്ടെ കേട്ടോ. നീ എന്നെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. അത് മാത്രമല്ല, ഷീബ ആന്റി ഇല്ലയോ? ഷീബ ആന്റിയുടെ മോടെ കല്യാണമാ. എല്ലാരെയും വിളിച്ചിട്ടുണ്ട്. എല്ലാരും ഉണ്ടോടാ? പിന്നെ എല്ലാരും വരുത്തില്ലയോ? നീ ചെല്ലണം. ആൾക്കാരോടെല്ലാം നന്നായിട്ട് കാര്യം പറയുകയും വേണം. പുളിക്കുന്നല്ല, നല്ല വൃത്തിയായിട്ട് എല്ലാവരോടും കാര്യം പറയണം. മാത്രമല്ല നല്ല സദ്യ എന്നാ പറഞ്ഞത്. ഫസ്റ്റ് കയറുവോ രണ്ടാമത് കയറുവോ അത് നിന്റെ ഇഷ്ടം. പക്ഷെ വയർ നിറച്ച് നീ ആഹാരം കഴിക്കണം. മാത്രമല്ല നമ്മുടെ ഈ രവീന്ദ്രൻ അമ്മാവനില്ലേ, നിന്നെ കാണണമെന്ന് പറഞ്ഞോണ്ടിരിക്കുവാടാ. ഒരമ്മ ഇവിടെ കിടന്ന് വായിട്ട് അലക്കുന്ന കഷ്ടപ്പാട്. ഇവ വല്ലതും അറിയുന്നോ? എനിക്ക് തീരെ വിലയില്ല ഈ വീട്ടില്. വരച്ച പറയുന്നത് ഞാൻ ഈ പുല്ലിനെ എന്റെ ഭാഗ്യന്റെ. പ്രകാശന്റെ മോന അവന്റെ നട്ടല് ചവിട്ടി തിരിച്ചിട്ട് അവൻ അറിഞ്ഞില്ല. ഈ വീട്ടിലെ പട്ടി സംസാരിക്കുമെങ്കിൽ അത് എന്നോട് ചോദിക്കുമായിരുന്നു, അച്ഛാ എപ്പോ വന്നു, പാപ്പം കൊണ്ടുവന്നിട്ടുണ്ടോ, അച്ഛന് സുഖമാണോ എന്നത്. രണ്ട് നക്കിനു ആ പട്ടി. എന്നിട്ട് ഇവൻ അറിയുന്നുണ്ടോ നോക്കിക്കാട്ടെ. ഇപ്പോഴത്തെ പിള്ളാരാ ജെൻസിന്ന് പേരും. പണ്ടൊക്കെ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് പണിക്കെന്നും പറഞ്ഞോണ്ട് പോകും കാട്ടിലും മേട്ടിലും ഒക്കെ. 10-15 ദിവസം കഴിഞ്ഞാ വരുന്നത്. അച്ഛനിങ്ങോട്ട് വരുമ്പോ ഞങ്ങൾക്ക് എന്തോ സന്തോഷമെന്നറിയാമോ? ഞങ്ങൾ 8 മക്കള് ഓടിച്ചെന്ന് അച്ഛന്റെ ചുറ്റിനും അരക്കി കെട്ടിപ്പിടിച്ചങ്ങ് നിൽക്കും. ഈ സമയം ഞങ്ങളുടെ അമ്മയ്ക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളുടെ മുതുകത്ത് ചവിട്ടി കയറി തോളത്ത് കയറി അമ്മ കെട്ടിപ്പിടിക്കുമായിരുന്നു അച്ഛനെ. പി പ്രകാശൻ, ഇടുക്കി KSRTC ഡ്രൈവർ. ഇടുക്കിയല്ല, ഇടുക്കി KSRTC ഡ്രൈവർ. നിന്റെ അച്ഛൻ അറിയാമോ? അമ്മേ പോയി ചന്ദ്രൻ വരുമ്പോ സൂര്യൻ പോകുന്നത് പോലെ പോയി. അയ്യോടാ, അതിന് നേരത്തേക്ക് പോരുന്നോ? നിന്റെ വായിക്കകത്ത് ഇലക്ട്രിക് ഹോൺ വല്ലതും വെച്ചിട്ടുണ്ടോ? പോരുന്നോ? ആ മിന്നല് കിട്ടി ഇഞ്ഞു പോന്നു. മിന്നല് കിട്ടുമല്ലോ, അടിക്കുമല്ലയോ? ഞാൻ കഴിഞ്ഞു തുടങ്ങി വരാടി ഇവിടെ. അതാണ് പറഞ്ഞത്. KSRTCയുടെ മിന്നൽ ബസ് കിട്ടി പെട്ടെന്ന് ഇഞ്ഞു പോന്നു. ഓ, ഇതെടുത്ത് അടുക്കള കൊണ്ടുപോയി. ഇവിടെ വരെ ഒറ്റയ്ക്ക് വരാൻ പറ്റും. അടുക്കളയിലോട് ഞാൻ കൊണ്ടുപോകാം. വരുമ്പോ വെറും കൈയോടെ വരാൻ പറ്റുമോ? കുറെ സാധനങ്ങൾ കൊണ്ടുവന്നു. അയ്യോ, ഇത് എന്തോന്നേ? ഏലപ്പാറയിലെ ഏലക്ക, കട്ടപ്പനയിലെ കാപ്പിപ്പൊടി,
കുട്ടിക്കാനത്തെ കുരുമുളക്, കുമളിയിലെ കുമ്പളങ്ങ, തേക്കടിയിലെ തേയില. തേക്കടി തേയിലല്ല, തേക്കടി തേക്ക്. നിനക്കൊരു തേക്ക് വെട്ടി ഞാൻ ഈ കവറിനെത്തിട്ടുണ്ട് വരാടി. അല്ല, വരുന്ന വഴിയൊന്നും കിട്ടിയില്ലയോ? വരുന്ന വഴി കിട്ടി, ശരിക്കും കിട്ടി. എന്റെ മുഖത്തെ പാടക്കത്തി കണ്ടില്ലേ? അയ്യോ, അത് എന്തോ പറ്റിയതാന്നേ? എടി, ഞാൻ ബസ്സിനകത്ത് കയറിയിരുന്ന് ഉറങ്ങുമായിരുന്നു. വണ്ടി പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചവിട്ടിയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ്. ഞാൻ നോക്കിയപ്പോ ഒരു കാറ് ഞാൻ വന്ന ബസ്സിന് വട്ടം വെച്ചിട്ട് ആ കാറുകാരനകത്ത് കയറി എന്റെ ചെവിക്കന്നം പോളൊക്കെ പട പട പടാന്ന് 4 അടിയടി. അതെന്തിനാ? ഞാൻ അവനെ നോക്കി കൊഞ്ഞണം കുത്തിയെന്ന് പോലും. എന്റെ ദൈവമേ, നിങ്ങളുടെ കുറ്റമല്ല. വെറുതെ ഇരുന്നാൽ നിങ്ങൾക്ക് കൊഞ്ഞണം കുട്ടുന്ന മോഹവാ. പിന്നെ എന്താ വല്ലവരെ നോക്കിക്കൊണ്ട് നിങ്ങൾ കൊഞ്ഞണം കുത്തിയത്? ഞാൻ കൊഞ്ഞണം കുത്തിയതല്ല പെണ്ണേ. എടി, ഞാൻ ഈ ബസ്സിന്റെ സൈഡ് സീറ്റ് ഇരിക്കുവല്ലായിരുന്നു. ഈ ബസ്സിന്റെ കാറ്റടി കൊണ്ട് തല വെളിയിലോട്ടിട്ട് ഞാൻ ഇങ്ങനെ കടന്നു ഉറങ്ങിയതാ. തട്ടു ചാടിയപ്പോ ഇങ്ങനെ 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 കുലുങ്ങിയപ്പോഴേ ഇത് കണ്ടോണ്ട് വന്നോ വിചാരിച്ച് ഞാൻ അവനെ നോക്കി കൊഞ്ഞണം കുത്തിയതാണ്. അവൻ വന്ന് എന്നെ ചെവുക്കന്നം പൊളക്കി അടിച്ചു. അവന് കൊടുക്കുന്നുണ്ട് ഞാൻ. കൊടുക്കാൻ വയ്യായിരുന്നു. അന്നേരം കൊടുക്കാൻ പറ്റത്തില്ല. കൈ പൊക്കി കഴിഞ്ഞാൽ അടുത്തിരിക്കുന്നവരെ മുഖത്തുകൊള്ളും. പിന്നെ അവന്റെ അടിയും കൂടെ ഞാൻ വാങ്ങിക്കേണ്ടി വരും. പക്ഷെ ആ കാറുകാരനെ ഞാൻ പൊക്കും. അവനെ ഞാൻ കൊടുക്കും. ഞാൻ തിരിച്ചടിക്കാനുള്ള പ്ലാനാണോ? തിരിച്ചടിക്കാനല്ല, അവൻ കാർ ഓടിച്ചോണ്ട് പോകുമ്പോഴേ ഞാൻ KSRTC കൊണ്ട് പുറകെ ചെന്നിട്ട് ഇങ്ങനെ റോൺ അടിക്കും. KSRTC റോഡ് കൊട്ട പേടിക്കത്ത ആരടി ഉള്ളത്. അവന് കൊടുക്കും ഞാൻ. കൊടുക്കും. ഇങ്ങനെ കാത്തിരുന്നു. 3 മാസത്തിനുള്ളിൽ കൊടുക്കണം. അതെന്തോ 3 മാസത്തിന്റെ കണക്ക്? 3 മാസം കഴിഞ്ഞ് ഞാൻ പെൻഷൻ ആവുമല്ലേ. 3 മാസം എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ്. വളയം പിടിച്ച കൈകളെ. അത് വിഷമം ഉണ്ടാവും. 10-25 കൊല്ലം നിങ്ങൾ വളയം പിടിച്ചില്ലയോ? പെട്ടെന്ന് സർവീസിൽ നിന്ന് ഇറങ്ങുമ്പോ ആർക്കായാലും ഒരു വിഷമം ഉണ്ടാവും. സർവീസിൽ നിന്ന് ഇറങ്ങുന്ന വിഷമമല്ലടി. പിന്നെ ഇപ്പോഴെപ്പോഴാ പുതിയ കിടക്കാച്ചി ബസ്സുകളൊക്കെ വന്നു തുടങ്ങുന്നത്. തൊട്ടാ മതി പ്രാന്നും പറഞ്ഞു പോകുന്ന ബസ്സുകൾ. എനിക്ക് അങ്ങനത്തെ ബസ്സൊക്കെ ഓടിക്കാനുള്ള അവസരം കിട്ടിയില്ലല്ലോ 3 മാസം കഴിഞ്ഞ് ഇറങ്ങുമ്പോ. നിങ്ങളും വലിയ പഴയ ബസ് ആണെങ്കിൽ നല്ല ബസ്സൊക്കെ അല്ലേ ഓടിച്ചിട്ടുള്ളത്? എനിക്ക് കിട്ടി. സ്റ്റാർട്ടാക്കുമ്പോ ചെവി ചൊറിയുന്ന ബസ്. അതിന്റെ ഗിയറിന്റെ തുള്ളൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എറിയണം. അങ്ങനത്തെ ബസ് പുതിയ